ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കുർത്തിയുടെ കട്ടിങ് കാണിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ ലെയറായിട്ട് കുറേ കുർത്തിയുടെ ലെയർ നമ്മൾ കട്ട് ചെയ്തിരുന്നു. യോക്ക്, സ്ലീവ്, അതേപോലെ 3 ലെയറുമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും ഒന്ന് കാണണേ. അപ്പം ഞാൻ ഇതിനകത്തിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് യോക്കാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് യോക്ക് നെക്കെല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അതെല്ലാം കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രില്ലൊന്ന് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രണ്ട് യോക്കിൻ്റെ മേലെ നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്ന ഒറ്റ പീസേ ഉള്ളൂ. അത് നമുക്ക് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഫ്രില്ലിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ യോക്കിൻ്റെ വിത്തിൻ്റെ അതേ രീതിയിൽ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് മെഷീൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ ഫ്രില്ലിടുവാണേ. അപ്പോൾ ആദ്യം 1 ഇഞ്ച് നമ്മൾ വെറുതെ ഒന്ന് അത് നമ്മുടെ സ്റ്റിച്ചിങ് ഗ്യാപ്പായിട്ട് നമുക്കിടാം. അവസാനം നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഷേപ്പിംഗ് ആയിട്ടിട്ട് ബാക്കി ഇട്ടിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. ബാക്കി പോർഷന് നമുക്ക് ഫ്രില്ലിട്ട് ഇതുപോലെ നമുക്ക് ഫ്രില്ലിട്ട് വരണം. ഇച്ചിരി മാറ്റി ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനിതിൻ്റെ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം ഒന്ന് വലിയ കാണിയിട്ട് ആദ്യം ഒന്ന് ഫ്രില്ല് ചെയ്യാൻ പിന്നെ പ്രയാസമുള്ളവരാണെങ്കിൽ ആദ്യം ഒരു വലിയ കാണിയിട്ട് ഫ്രില്ല് ചെയ്തെടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുക. ആ യോക്കിൻ്റെ അവിടെ ആ ഭാഗത്തേക്ക് വെച്ച് നോക്കിയിട്ട് കറക്റ്റാണെങ്കിൽ മാത്രം നമുക്ക് അത് കറക്റ്റായിട്ടൊന്ന് ചെറിയ കാണിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബിഗിനേഴ്സിനായിട്ടുള്ളവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ലെയറിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കുമ്പോൾ അറിയാം നമുക്ക് അത് കൂട്ടണോ കുറയ്ക്കണോ എന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയർ ഫുള്ളും ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ആ യോക്കിൻ്റെ ആ ഭാഗത്തോട്ട് നമുക്കിതേപോലെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് നിങ്ങൾക്ക് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് ഇത് തമ്മിൽ നമ്മൾ നല്ല വശവും കൂടെ വെച്ചിട്ട് 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇത് നമ്മുടെ അടുത്ത സെക്കൻഡ് ലെയറാണ്. അപ്പം സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് 2 പീസാണ്. അപ്പം ഈ സെക്കൻഡ് ലെയർ എടുത്തിട്ട് 2 പീസും നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്കിതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് എനിക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ആ നൈറ്റി മെറ്റീരിയലിൻ്റെ ഒരു പ്രിൻ്റ് ഉണ്ട്. ഏത് മെറ്റീരിയൽ എന്നറിയാൻ വേണ്ടിയുള്ള പ്രിൻ്റ് ഉണ്ട്. ആ പ്രിൻ്റ് മറയുന്ന രീതിയിൽ നമുക്ക് 1/2 ഇഞ്ച് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചടിക്കണേ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പതിച്ച് അടിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ നമ്മളിതിനകത്തിൽ ഫ്രില്ലിട്ട് നമുക്കിതിനകത്തിലും ഫ്രില്ലിട്ട് കൊടുക്കണേ. ഫ്രില്ലിടുമ്പോൾ 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് ഫ്രില്ല് ഇതേപോലെ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതേപോലെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ഇനിയും ചെയ്യുന്നത് ഫസ്റ്റ് പിന്നെ ലെയറും നമ്മുടെ യോക്കുമായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഞാൻ മുമ്പ് സ്റ്റിച്ച് ചെയ്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് ലെയറും കൂടെ അങ്ങ് ചെയ്തേ. അപ്പോൾ അങ്ങനെ നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇന്ന് നോക്കണം കറക്റ്റായിട്ട് ലെയർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ, അത് എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്തപ്പോൾ പൊങ്ങി വല്ലതും ഇരിപ്പുണ്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പം അബദ്ധം പറ്റും. ചെറിയതായിട്ട് ഫ്രില്ലുകൾ തമ്മിൽ കൂട്ടിച്ചേർന്നൊരു കുടുക്കം പോലെ അവിടെ ഉണ്ടാവും. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണേ. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയറും കൂടെ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ താഴ്ഭാഗവുമായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കണം കറക്റ്റായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് തേർഡ് ലെയർ എന്ന് പറയുന്നത് 3 തുണിയാണ്, 3 പീസാണ്. അപ്പോൾ ആ 3 പീസും 1/2 ഇഞ്ചിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മുടെ നൈറ്റി മെറ്റീരിയലിൻ്റെ ഒരു പ്രിൻ്റുണ്ട്.
അത് കാണാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനേ. അതൊന്ന് ചില പ്രിൻറ്റിൽ ചില നൈറ്റിയിലൊക്കെ 2-3 എണ്ണമായിട്ട് കാണും. അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണേ. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ അതും ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയറിൻ്റെ താഴ്ഭാഗവുമായിട്ട് തേർഡ് ലെയർ നമ്മൾ ഫ്രില്ലിട്ടെടുത്ത തേർഡ് ലെയറും കൂടെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് 1/2 ഇഞ്ചിൽ നല്ല വശങ്ങൾ തമ്മിൽ ഇതും ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴേ ഉള്ളൂ ഒരു കറക്റ്റ് ഇച്ചിരി പാടായിട്ട് തോന്നുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളാണ്, പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി കുറേ സമയങ്ങളെടുക്കും ഇതിന് ഫ്രില്ലിടാനും ഫ്രില്ല് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും. ആ അടിഭാഗത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രില്ലുള്ള നല്ല വിട്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനും ഫ്രില്ലിടാനും ഒക്കെ കുറച്ച് സമയമെടുക്കും. അല്ലാതെ നമ്മളിതെടുത്താൽ നല്ല സൂപ്പറായിട്ടിരിക്കേ. ഇനി നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ലൈനിങ് വെച്ചിട്ടല്ലല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ലൈനിങ്ങിന് പകരമായിട്ട് നമുക്ക് നെക്ക് അടിച്ച് മറിക്കാൻ ഇതേപോലെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസിൻ്റെ സെൻറ്റർ ആദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ ആ പീസ് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററിൽ നിന്ന് നമ്മുടെ എത്രയാണോ നെക്ക് വിട്ട്, ഇപ്പം ഞാനിവിടെ എടുക്കുന്ന നെക്ക് വിട്ട് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലേക്കും സെൻറ്റർ നടുക്ക് വന്നിട്ട് 2 സൈഡിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഞാൻ ഇതേപോലെ 3.5 ഇഞ്ചാണെങ്കിൽ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ആ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് എടുത്തിട്ട് നമ്മൾ ഈ കറക്റ്റ് നമ്മൾ നെക്കിൻ്റെ ആ വിടത്തിൽ വെച്ചിട്ട് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ വേണം വെക്കാൻ. കണ്ടോ, ഫ്രണ്ട് യോക്കിൻ്റെ നല്ല വശവും നമ്മൾ ആ പീസിൻ്റെ നല്ല വശങ്ങളും തമ്മിൽ ഇങ്ങനെ വെക്കണം. വെക്കുമ്പോൾ നമ്മളൊരു പിൻ കുത്തി കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടത് 2-3 പിന്ന് അവിടെയായിട്ട് നമുക്ക് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് കെട്ടിപ്പോവും. ചില സമയത്ത് നമുക്കിപ്പം ഇത് ഫ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഇച്ചിരി ഭാരം തോന്നിക്കുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ അത് ആ ഭാരം കൊണ്ട് ചിലപ്പം നെക്ക് തൂങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ 1/4 ഇഞ്ചിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളതുപോലെ 1/4 ഇഞ്ചിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഒരു 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് നെക്കിൻ്റെ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ബാക്കിയൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണേ. എന്നിട്ട് അത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഓരോ ഇഞ്ച് ഇടവിട്ട് നമുക്ക് ഓരോ കട്ടിങ് കൊടുക്കണം. കട്ടിങ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കട്ടിങ് കൂടെ കൊടുക്കണേ. ഇനി എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ആ ഭാഗങ്ങൾ നമ്മൾ ആ അടിച്ചു മറിച്ച പീസും നമ്മുടെ ടോപ്പിൻ്റെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് അവിടെയും കൂടെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുക്കണം, പതിച്ച് കൊടുക്കണം. അതിനാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ നെക്ക് പുറകിലേക്ക് പീസ് നമ്മൾ പുറകിലേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ പീസ് തള്ളി ഫ്രണ്ടിലേക്ക് വരുന്നത് കാണാം. അത് ചില കുർത്തികളൊക്കെ തയ്ക്കുമ്പം നമ്മളിത് പതിച്ചടിച്ചില്ലെങ്കിൽ അങ്ങനെ പീസ് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിതേപോലെ പതിച്ചടിക്കുന്നത്. എന്നിട്ട് പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളിപ്പോൾ ആ വെച്ച് പിടിപ്പിച്ച പീസിലായിരിക്കണം. നമ്മുടെ കുർത്തിയെ സ്റ്റിച്ച് ചെയ്യാതെ ആ പീസിൻ്റെ ആ എഡ്ജിൽ കൂടെ നമുക്ക് റൗണ്ടേ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ നമ്മൾ റൗണ്ടേ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നെക്കൊന്ന് മടക്കി കൊടുത്താൽ തന്നെ കണ്ടോ ആ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ പതിച്ചടിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ പിടിച്ചൊന്നും കൊടുക്കണ്ട, കറക്റ്റായിട്ട് കണ്ടോ അതേ നമ്മൾ ആ ഷേപ്പ് മാർക്ക് ചെയ്ത അതേ റൗണ്ട് നെക്ക് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നെക്കിൻ്റെ അറ്റത്തൂടെ ഞാനൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ടേ. ഇനി എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും ഒന്ന് ബാക്കും ഒന്ന് ചെയ്യണം. ബാക്കിൽ യോക്കും നമ്മളിതേപോലെ 3 ലെയറിൻ്റെ ഫ്രില്ലും ഒന്ന് എടുത്തിട്ട് ബാക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുന്നേ ഞാൻ ആ പീസിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഫ്രണ്ടിലത്തെ നമ്മൾ ആ പീസ് വെച്ചില്ലേ
അപ്പം നമുക്കത് ബാക്കിലേക്ക് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യാനാണ്. അപ്പോൾ ആ ഭാഗം ഞാനങ്ങ് എടുത്തു. നമുക്ക് ആ ഹെമ്മിങ് ചെയ്യാൻ മാത്രമുള്ള മടക്കി തയ്ക്കാവുന്ന രീതിയിൽ മാത്രം തുണി ഇട്ടിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസും ഒന്ന് പിന്നെ ലെയർ തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഫ്രില്ലൊക്കെ ഇട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ 3 ലെയർ ഇട്ടിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് നെക്ക് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ടാണ്. ക്രോസ് പീസ് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ക്രോസ് പീസ് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ നമുക്ക് റൗണ്ടേ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണം. അങ്ങനെ ഞാൻ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് മുന്നിൽ നമ്മൾ കട്ട് ചെയ്തതുപോലെ ഓരോ ഇഞ്ച് ഇടവിട്ട് നമ്മൾ ആ ക്രോസ് പീസിൽ ഓരോ കട്ടിങ് കൂടെ കൊടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഇഞ്ച് ഇടവിട്ടായിട്ട് നമുക്ക് പീസൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. അകത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിന് മുന്നേ നമുക്കതൊന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്പം ലാസ്റ്റിലാണ് ഞാൻ ഹെമ്മിങ് ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് നമ്മൾ ആ അടിച്ച ക്രോസ് പീസ് ഉണ്ടല്ലോ അത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, അത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മുടെ തയ്യൽ തുമ്പ് കാണത്തില്ലെന്ന് മാത്രമല്ല നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ആ ക്രോസ് പീസ് വെച്ച് അടിച്ച ഭാഗം നമ്മളത് കണ്ടോ കറക്റ്റായിട്ട് നമുക്കത് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ മുൻവശവും നമുക്ക് ക്രോസ് പീസും കൊണ്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ക്യാൻവാസ് ഇട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ബാക്ക് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതിനകത്തിൽ അടുത്ത് ചെയ്യാനുള്ളത് സ്ലീവ് ജോയിൻറ്റ് ചെയ്യണം. അപ്പം സ്ലീവ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3/4 സ്ലീവാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ കുർത്തിയുടെ നല്ല വശവും കൂടെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ 2 ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കുർത്തിയുടെ ഫ്രണ്ടും സ്ലീവിൻ്റെ സെൻറ്ററും നമ്മൾ കട്ടിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ലീവിൻ്റെ സെൻറ്ററും കുർത്തിയുടെ സെൻറ്റർ തമ്മിലല്ല കട്ടിങ് ഒരുമിച്ച് വരാൻ ശ്രദ്ധിക്കണം. രണ്ടിൻ്റെയും കട്ടിങ് ഫ്രണ്ടിൽ തന്നെ ആണോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കുർത്തി തയ്ച്ചിടുമ്പോൾ ഭയങ്കര ബോറായി തോന്നുവേ. അപ്പോൾ കൈക്കുഴിയുടെ ആ ഭാഗത്തെല്ലാം കുടുക്കുമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്നിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് സ്ലീവ്, കൈക്കുഴി, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഇതെല്ലാം ഒന്ന് നമുക്ക് കറക്റ്റ് അളവിൽ ചീത്ത വശത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കലാണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം സ്ലീവ് 2 എണ്ണം ചെയ്യണം. അതേപോലെ ചെസ്റ്റിൻ്റെ ഫുള്ള് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലേക്ക് നമ്മൾ എത്ര ഇട്ടേക്കുന്നത് 10 ഇഞ്ച് വെച്ചല്ലേ, 10 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലും നമ്മളത് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുർത്തിയിൽ നമ്മളിതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിനകത്തിൽ കട്ട് ചെയ്ത് പോയ ഭാഗം എന്നാണ് അതിൻ്റെ അടിവശം ഒന്നും 2 പ്രാവശ്യം മടക്കി ഒന്ന് അടിക്കണേ. അതെനിക്ക് വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ലേ. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ലെയറൊക്കെ കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ സെൻറ്ററിൽ കൊടുത്ത അതേ പീസ് കൊണ്ട് തന്നെയാണ് നമ്മൾ സ്ലീവ് ചെയ്തേക്കുന്നത്. അപ്പം സ്ലീവ് 3/4 സ്ലീവാണ് വരുന്നത്. നിങ്ങൾക്ക് ചെറിയ സ്ലീവ് മതിയെങ്കിൽ ചെറിയ സ്ലീവ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ലുക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്